ഹലോ ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തിങ്കർ എമൈൽ ദാർഖ്യമാണ്. അപ്പോൾ നമുക്ക് ദാർഖ്യമിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു PYQ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് സോഷ്യോളജി? ഇസ് ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് കളക്റ്റീവ് റെപ്രസെൻറ്റേഷൻ. സോഷ്യോളജി എന്ന് പറയുന്നത് കളക്റ്റീവ് റെപ്രസെൻറ്റേഷൻ്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണെന്ന് ആരാണ് പറഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് എമൈൽ ദർഖൈം. അപ്പോൾ എമൈൽ ദർഖൈമിൻ്റെ കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ അതിൽ കളക്റ്റീവ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നൊരു ടേം കാണാം. അത് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഓരോ കോൺസെപ്റ്റും തിങ്കേഴ്സിൻ്റെ ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും അത് ഏത് തിങ്കറിനെ റിലേറ്റ് ചെയ്തിട്ടാണ്, ആ തിങ്കറിൻ്റെ കീഴിൽ എന്തെല്ലാം കോൺസെപ്റ്റ് ഉണ്ടെന്ന് നമ്മൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എമൈൽ ദർഖൈം. ഹു വാസ് എമൈൽ ദർഖൈം? എമൈൽ ദർഖൈം 1858 to 1917 ആണ്. വാസ് എ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ്, ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആണ്. വൈഡ്ലി റിഗാർഡ് ആസ് വൺ ഓഫ് ദി ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് സോഷ്യോളജി. അപ്പോൾ കാൾ മാർക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹവും ഒരു ഫൗണ്ടിങ് ഫാദർ ഓഫ് സോഷ്യോളജിയിൽ ഉൾപ്പെടുന്ന ആളാണ്. ദർഖൈമും അതുപോലെ തന്നെയാണ്. He was the first person to establish sociology as an academic discipline in universities. അപ്പോൾ ആരാണ് സോഷ്യോളജി ഒരു അക്കാഡമിക് ഡിസിപ്ലിനായിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണ് ആൻസർ? എമൈൽ ദർഖൈമാണ്. അല്ലെങ്കിൽ അക്കാഡമിക് ആസ്പെക്റ്റ് റിലേറ്റ് ചെയ്തിട്ട് സോഷ്യോളജി ആരാണ് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ആൻസർ ആരാവും? എമൈൽ ദർഖൈം ആവും. ഓക്കെ, ദർഖൈം ട്രീറ്റഡ് സൊസൈറ്റി ആസ് എ റിയൽ സ്ട്രക്ചർ that exists independently of individuals. അപ്പോൾ ദർഖൈം സൊസൈറ്റീനെ ഒരു റിയൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ, യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ, ഒരു ഘടനയുള്ള ഒരു കാര്യമായിട്ടാണ് സൊസൈറ്റീനെ ദർഖൈം കണ്ടിട്ടുള്ളത്. അത് ചെയ്യുന്നു? അത് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഇൻഡിവിജ്വൽസ് അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അതിന് സ്വന്തമായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുന്നു. ആൻഡ് ബിലീവ്ഡ് ഇറ്റ് ഷുഡ് ബി സ്റ്റഡീഡ് സയൻറ്റിഫിക്കലി. അപ്പോൾ എമൈൽ ദർഖൈം പറയുന്നു അത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ചെയ്യണം? സൊസൈറ്റീനെ സ്റ്റഡി ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, എമൈൽ ദർഖൈം പറഞ്ഞിട്ടുണ്ടോ സൊസൈറ്റീനെ സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്യണമെന്ന്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദർഖൈം പറയുന്നു? സൊസൈറ്റീനെ സയൻറ്റിഫിക്കലി നമ്മൾ സ്റ്റഡി ചെയ്യണം, ജസ്റ്റ് ലൈക്ക് ഒബ്ജക്ട്സ് ഇൻ നാച്ചുറൽ സയൻസസ്. നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് ഇതെല്ലാമാണ് നമ്മുടെ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത്. സോഷ്യോളജി, സൈക്കോളജി ഒക്കെ സോഷ്യൽ സയൻസ് ആണ്. അപ്പം നമ്മൾ ആ നാച്ചുറൽ സയൻസിൽ ഒബ്ജക്ട്സിനെ പഠിക്കുന്നത് പോലെ തന്നെ സയൻറ്റിഫിക്കലി നമ്മൾ ചെയ്യണം? നമ്മുടെ സൊസൈറ്റീനെയും പഠിക്കണം എന്ന് ആര് പറയുന്നു? ദർഖൈം പറയുന്നു. ഹി വാസ് ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ഓർഡർ. അപ്പോൾ സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലൊരു ഓർഡർ ഉണ്ട്. എല്ലാം അവിടെ ഇവിടെ ചന്നഭിന്നമായി കിടക്കുകയല്ല, ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. അതുപോലെ തന്നെ മോറൽ വാല്യൂസ്, റിലീജിയൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഹൗ സൊസൈറ്റീസ് മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി. എങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ച്, മാറ്റങ്ങളുണ്ടെങ്കിലും നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു സ്ഥിരതയുണ്ട്. ആ സ്റ്റെബിലിറ്റി ചേഞ്ച് ഉണ്ട്. നമ്മുടെ സൊസൈറ്റി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, കോൺസ്റ്റൻ്റ്ലി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ മാറ്റങ്ങൾക്കിടയിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി നിലനിർത്തുന്നത്, സ്ഥിരത മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പഠിക്കുന്നതും ദർഖൈമിന് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ദർഖൈമിൻ്റെ ഒരു കോൺസെപ്റ്റാണ് പോസിറ്റിവിസം. എമൈൽ ദർഖൈംസ് പോസിറ്റിവിസം റെഫേഴ്സ് ടു ഇസ് അപ്രോച്ച് ടു സ്റ്റഡി. അപ്പോൾ പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ ഒരു അപ്രോച്ചാണ്. നമ്മളെങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ഒരു സബ്ജക്റ്റിനെയോ ഒബ്ജക്റ്റിനെയോ എങ്ങനെ നമ്മൾ പഠിക്കുന്നു അതിനുള്ളൊരു അപ്രോച്ചാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ദർഖൈമിന് പോസിറ്റിവിസം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദർഖൈം അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ. സോ സൊസൈറ്റി പോസിറ്റിവിസം എന്ന് പറയുന്ന അപ്രോച്ച് ഉപയോഗിച്ച് നമ്മൾ സമൂഹത്തെ പഠിക്കണമെന്ന് ദർഖൈം പറഞ്ഞു. പോസിറ്റിവിസം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ സമൂഹത്തെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്ന ആസ്പെക്റ്റിൻ്റെ പേരാണ്, അല്ലെങ്കിൽ അപ്രോച്ചിൻ്റെ പേരാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. സ്റ്റഡിയിങ് സൊസൈറ്റി സയൻറ്റിഫിക്കലി അങ്ങനെ പറയുന്ന അപ്രോച്ചിൻ്റെ പേരാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്സ് സിമിലർ ടു ദോസ് യൂസ്ഡ് ഇൻ നാച്ചുറൽ സയൻസ്. കീ ആസ്പെക്ട് ഓഫ് ദർഖൈംസ് പോസിറ്റിവിസം ഇൻക്ലൂഡ്. അപ്പോൾ എന്തൊക്കെയാണ് ദർഖൈമിൻ്റെ പോസിറ്റിവിസത്തിലുള്ള കീ ആസ്പെക്റ്റ് എന്ന് നമുക്ക് നോക്കാം. പോസിറ്റിവിസം നമ്മൾ സൊസൈറ്റീനെ സയൻറ്റിഫിക് ആയിട്ട് പഠിക്കണം. മറ്റ് നാച്ചുറൽ സയൻസ്, മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം? സൊസൈറ്റീനെ പഠിക്കണമെന്ന് ദർഖൈം പറയുന്നു. അതിനെയാണ് നമ്മൾ പോസിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റിവിസത്തിലുള്ള കീ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റിവിറ്റി. Durkheim believed that social phenomena could be studied
ഒബ്ജക്റ്റീവ്ലി വിത്തൗട്ട് പേഴ്സണൽ ബയസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സോഷ്യൽ ഫിനോമിനെ കുറിച്ച് പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാമിലിനെ കുറിച്ച് പഠിക്കുന്നു. നമ്മൾ ഫാമിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു വ്യൂ പോയിന്റ് കാണും. ആ വ്യൂ പോയിന്റ് അതിൽ ഉൾപ്പെടാൻ പാടില്ല. അങ്ങനെ വന്നാൽ അവിടെ എന്ത് ചെയ്യും? ഒരു ബയസ് ഉണ്ടാവും, ഒരു സബ്ജക്റ്റീവായി പോകും. അത് അവിടെ ഒരു സബ്ജക്റ്റീവ് ബയസ് ഉണ്ടാവും. ആ ഒരു സബ്ജക്റ്റിവിറ്റീനെ മാറ്റി നിർത്തിയത് നമ്മുടെ വ്യൂ പോയിന്റ്, നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം നോർമലി നമ്മൾ എന്താണ് സോഷ്യൽ സയൻസ് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള സയൻസ് ആണെന്ന് പറയുന്നത്. ആ സബ്ജക്റ്റിവിറ്റീനെ മാറ്റി നിർത്തി അതെന്താണ് ഒബ്ജക്റ്റിവിറ്റി, അതായത് ഫാക്റ്റ് റിലേറ്റ് ആയിട്ട് തന്നെ എന്താണ് നമ്മൾ ആ ഒരു സോഷ്യൽ ഫിനോമിനയെ പഠിക്കണമെന്ന് ഇതൊക്കെയും പറയുന്നു. അതാണ് പോസിറ്റിവിസം. പോസിറ്റിവിസത്തിൻ്റെ കീ ഫീച്ചറാണ് എന്ത്? ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അവിടെ എന്ത് പാടില്ല? പേഴ്സണൽ ബയസ് പാടില്ല. ഓക്കെ. എംപെറിക്കൽ ഒബ്സർവേഷൻ. എന്താണ് എംപെറിക്കൽ ഒബ്സർവേഷൻ? എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എംപെറിക്കൽ ഒബ്സർവേഷൻ ആൻഡ് ഡേറ്റ കളക്ഷൻ ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഫാക്ട്സ്. അപ്പോൾ എംപെറിക്കൽ ഒബ്സർവേഷൻ എന്താണ്? അവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഫാക്ട്സ് വേണം. നമ്മളെന്താണ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യും പോലെ ലബോറട്ടറിയിൽ നമ്മൾ കെമിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തില്ലേ, അതന്നെയാണ് നമ്മളെന്ത് എംപെറിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമുക്കെന്താണ് നമ്മളൊരു കാര്യം പഠിക്കുന്നു, അതിന് നമുക്ക് ഒരു ഫാക്റ്റ് വേണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ആ ഒരു റീസൺ എന്ന് പറയുന്നത്. ആൻഡ് ഡേറ്റ കളക്ഷൻ, അവിടെ എന്ത് വേണം? ഡേറ്റ കളക്ഷൻ വേണം ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഫാക്റ്റ്. സോഷ്യൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ. ആ യാഥാർത്ഥ്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് വേണ്ടിയിട്ട് നമ്മൾ എംപെറിക്കലി എന്ത് വേണം? അതിനെ ഒബ്സർവ് ചെയ്യണം. എംപെറിക്കലി നമ്മൾ ഡേറ്റ കളക്ഷൻ ചെയ്യണം. പിന്നെന്താണ് സോഷ്യൽ ഫാക്റ്റ്? ടർക്കെയിം ഡിഫൈൻഡ് സോഷ്യൽ ഫാക്ട് ആസ് എക്സ്റ്റേണൽ. സോഷ്യൽ ഫാക്ട് ടർക്കെയിമിൻ്റെ കോൺസെപ്റ്റാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ ഫാക്ട് ആരുടെ കോൺസെപ്റ്റാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് by Emile Durkheim. Durkheim defined social fact as external observable phenomena that can be studied scientifically. അപ്പോൾ social facts എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്താൽ എനിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് എന്ത് സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദേ ആർ ഒബ്സർവബിൾ ഫിനോമിന ദാറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് സയൻറ്റിഫിക്കലി. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് നമുക്ക് എന്ത് ചെയ്യാം? സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ടു ദി ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു ഇൻഡിവിജ്വലിൽ നിന്നും പുറത്തുള്ള കാര്യമാണ്. ആ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു അതെല്ലാം പഠിക്കുക. അതിനെയാണ് നമ്മൾ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയും നമുക്ക് എന്ത് ചെയ്യാം? സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്യാമെന്ന് ദർഖൈം പറയുന്നു. പിന്നെ ഫോർത്ത് പോയിന്റ് എന്താണ്? കോസൽ എക്സ്പ്ലനേഷൻ. ഹി സോട്ട് ടു ഐഡന്റിഫൈ കോസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ വേരിയബിൾസ്. അപ്പോൾ എന്താണ്? എന്ത് കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താലും എന്താണ് അതിനൊരു കാരണം വേണം. ആ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊരു അടിസ്ഥാനപരമായ നിലനിൽപ്പ് ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ബിറ്റ്വീൻ സോഷ്യൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് വേരിയബിൾസ് കാണും. ഫോർ എക്സാമ്പിൾ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ രണ്ട് വേരിയബിൾസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ റിലീജിയനെ കുറിച്ച് പഠിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ റിലീജിയനെ കുറിച്ച് പഠിക്കുന്നത് നമുക്ക് രണ്ട് ആൾക്കാരെ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരും എടുക്കാം, എത്തീസ്റ്റിനെയും എടുക്കാം, തീസ്റ്റിനെയും എടുക്കാം. ഇത് നമുക്ക് രണ്ട് വേരിയബിൾസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസ് തമ്മിൽ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാരണം വേണം, ഒരു കോസ് വേണം. ആ കോസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്ന് ആര് പറയുന്നു? ദർഖൈം പറയുന്നു. Durkheim's positivist approach is evident in his work, particularly in Rules of Sociological Method and Suicide. അപ്പോൾ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ദർഖൈമിൻ്റെ ഒരു വർക്കാണ്. സൂയിസൈഡ് എന്ന് പറയുന്നത് മറ്റൊരു വർക്കാണ്. അത് രണ്ടും ഒരു വർക്കല്ല, രണ്ടും രണ്ട് വർക്കാണ്. അപ്പോൾ ഈ രണ്ട് വർക്കിലൊക്കെ എന്താണ് ഈ പോസിറ്റിവിസ്റ്റ് അപ്രോച്ച് എന്ത് ചെയ്യുന്നത്? സയൻറ്റിഫിക്കലി ഇതിനെ സ്റ്റഡി ചെയ്യണമെന്ന് പറയുന്ന ഒരു അപ്രോച്ച് ആര് ഉപയോഗിച്ചിട്ടുണ്ട്? ദർഖൈം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആർഗ്യൂ ദാറ്റ് സോഷ്യോളജി ഷുഡ് ഫോക്കസ് ഓൺ ഒബ്സർവബിൾ സോഷ്യൽ ഫാക്ട്സ്. എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്ന സോഷ്യൽ ഫാക്ട്. ഒരു ഇൻഡിവിജ്വലിന് പുറത്തുള്ള കാര്യങ്ങളാണ്, പക്ഷെ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റണം. അത് മാത്രമേ നമ്മൾ പഠിക്കാൻ പാടുകയുള്ളൂ. റാദർ ദാൻ ഇൻഡിവിജ്വൽ മോട്ടിവേഷൻസോ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. അപ്പം നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ, അതായത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എംപെറിക്കൽ അല്ല, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് മാത്രം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻസ് അങ്ങനെയുള്ളൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ വേണം സോഷ്യോളജി പഠിക്കാനെന്ന് ഇമാൽ ദർഖൈം പറഞ്ഞു. അപ്പോൾ അപ്ലൈയിങ് പോസിറ്റിവിസ്റ്റ് പ്രിൻസിപ്പിൾസ് ദർഖൈം എയിംഡ് ടു എസ്റ്റാബ്ലിഷ് സോഷ്യോളജിസ് റിഗറസ് സയൻറ്റിഫിക് ഡിസിപ്ലിൻ. അങ്ങനെ ദർഖൈം എന്ത് ചെയ്തു? ഈ പോസിറ്റിവിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ദർഖൈം എന്ത് ചെയ്തു? ഒരു സോഷ്യോളജിനെ ഒരു സയൻറ്റിഫിക് ഡിസിപ്ലിൻ ആക്കി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദർഖൈം ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സോഷ്യൽ ഫാക്ട് എന്ന് നമ്മൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതാണ് ദർഖൈമിൻ്റെ സോഷ്യോളജിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സോഷ്യൽ ഫാക്റ്റാണ്.
സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുന്നത് വേസ് ഓഫ് എന്താണ്, ഓരോ തരത്തിലുള്ള വേസ് ഓഫ് ആക്ടിങ്, തിങ്കിങ് ആൻഡ് ഫീലിംഗ് എക്സ്റ്റേണൽ ടു ദി ഇൻഡിവിജ്വൽ. അപ്പോൾ എന്താണ്, അത് പല പല തരത്തിലായിരിക്കാം, പല പല എന്താണ് വേയിലായിരിക്കാം. ചിലപ്പോൾ അത് ആക്ടിങ് ആയിരിക്കാം, ഒരാൾ എന്താണ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കാം, ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇതെല്ലാം എക്സ്റ്റേണൽ ടു ദി ഇൻഡിവിജ്വൽ ആണ്. എന്താണ്, ഇൻഡിവിജ്വലിന് പുറത്തുള്ളതാണ്. ആൻഡ് എൻഡോഡ് വിത്ത് ദ പവർ ഓഫ് കോയേഷൻ ബൈ വിച്ച് ദേ കൺട്രോൾ ഹിം. അപ്പം എനിക്ക് പുറത്തുള്ള കാര്യങ്ങളാണെന്ത്, ഈ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് പുറത്തുള്ള ഈ സോഷ്യൽ ഫാക്ട്സ് എന്നെ കൺട്രോൾ ചെയ്യുന്നു, എൻ്റെ മേൽ അതിനൊരു ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട്. അതെന്നെ ഇങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞ് എന്നെ ഫോഴ്സ് ചെയ്യുന്നു. കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ്, അതെന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ ഫാക്ട്സ് ആർ നോട്ട് പേഴ്സണൽ ചോയ്സസ്. അപ്പോൾ എന്താണ്, ഇത് നമ്മുടെ പേഴ്സണൽ ചോയ്സസ് അല്ല. ഒരിക്കലും നമുക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു പേഴ്സണൽ ചോയ്സ് എടുക്കാൻ പറ്റുകയില്ല. ദേ എക്സിസ്റ്റ് ഔട്ട്സൈഡ് ദി ഇൻഡിവിജ്വൽ ബട്ട് ദേ ഇൻഫ്ലുവൻസ് ഹൗ വി ബിഹേവ്. നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇത് നമ്മളെ എന്ത് ചെയ്യുന്നു, ഇതാണ് തീരുമാനിക്കുന്നത്. ഈ സോഷ്യൽ ഫാക്റ്റാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ അകത്തല്ല, അത് നമ്മുടെ പുറത്താണ്. ഇറ്റ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ദ ഇൻഡിവിജ്വൽ. പക്ഷേ നമ്മൾ എങ്ങനെ പെരുമാറണം, ഹൗ വി ബിഹേവ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് ആരാണ്, ഈ സോഷ്യൽ ഫാക്റ്റാണ്. ദീസ് ആർ ദി നോംസ്. എന്താണ്, നോംസ് ആവാം സൊസൈറ്റിയിലുള്ള അൺറിട്ടൺ റൂൾസ്, അതിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റ് റൂൾസ് ആയിരിക്കാം, കസ്റ്റംസ് ആയിരിക്കാം, നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ട്രഡീഷൻസ് ആയിരിക്കാം, ലോസ്, ബിലീഫ്സ് ആൻഡ് മോറൽ കോഡ്സ് ദാറ്റ് എ സൊസൈറ്റി എഗ്രീസ് അപ്പോൾ. എന്താണ്, സൊസൈറ്റി എഗ്രി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടുകയുള്ളൂ, ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ മൂത്തവരെ കണ്ടാൽ റെസ്പെക്റ്റ് ചെയ്യണം, മൂത്തവരെ കണ്ടാൽ എണീറ്റ് കൊടുക്കണം, അങ്ങനെ അമ്പലത്തിൽ കയറുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല, പള്ളിയിൽ കയറുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല. ഇങ്ങനെ കുറേ എന്താണ് നമ്മൾ പുറത്തുള്ള നമ്മളിൽ നിന്നും പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്താണ്, ഈ പറയുന്ന റൂൾസും കസ്റ്റംസും മോറൽസ് ഒക്കെയാണ് എന്ത്, ഈ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മളിൽ നിന്നും പുറത്താണ്, പക്ഷെ നമ്മളെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിലപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. പക്ഷേ നമുക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. കാരണം വി ആർ ഫോഴ്സ്ഡ് ബൈ ദി സൊസൈറ്റി ടേക്ക് എ ജോബ് അല്ലെങ്കിൽ ഡു എ ജോബ്. ഓക്കെ, ഇനി ചിലപ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ വളരെ താല്പര്യമുള്ള ഒരാളായിരിക്കാം. പക്ഷേ അത് സ്ത്രീയാവാം പുരുഷനാവാം. പക്ഷേ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മളെ ജോലിക്ക് വിടണമെന്നുണ്ടാവില്ല. മോസ്റ്റ്ലി അത് അനുഭവിക്കുന്നത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കാം. എക്സാമ്പിൾസ്, ലോ. എന്താണ് ലോ എന്ന് പറയുന്ന സോഷ്യൽ ഫാക്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? യു മസ്റ്റ് ഫോളോ ദി റൂൾസ് ഓഫ് ട്രാഫിക് ഈവൻ ഇഫ് യു ഡോണ്ട് ലൈക്ക് ദം. എന്താണ്, നമുക്ക് ചിലപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ 20 സെക്കൻഡ് ട്രാഫിക്കിൽ കിടക്കാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അത് നമുക്ക് പുറത്തുള്ള കാര്യമാണ്. അത് ഗവൺമെൻറ് അല്ലെങ്കിൽ ലീഗൽ ഏജൻസീസ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാഫിക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്. അത് നമ്മൾ പാലിച്ചേ മതിയാകൂ. അതൊരു എക്സ്റ്റേണൽ സോഷ്യൽ ഫാക്റ്റാണ്. അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. 20 സെക്കൻഡ് റെഡ് ലൈറ്റിൽ നമ്മളവിടെ ട്രാഫിക് റൂൾ പാലിച്ച് കിടന്നേ പറ്റുകയുള്ളൂ. പിന്നെ ലാംഗ്വേജ് നമുക്ക് എങ്ങനെ പഠിക്കാം? യു സ്പീക്ക് എ ലാംഗ്വേജ് ദറ്റ് എക്സിസ്റ്റഡ് ബിഫോർ യു വെയർ ബോൺ. എന്താണ്, ഇപ്പോൾ നമ്മൾ മദർ ടങ് മലയാളമാണ്. ഈ മലയാളം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ എക്സിസ്റ്റ് ചെയ്യുന്നത് കാര്യമാണ്. നമ്മളത് എന്ത് ചെയ്യുന്നു, നമുക്കിഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ടല്ല നമ്മൾ പഠിച്ചത്. നമ്മളെ ചുറ്റുമുള്ളവർ പറയുന്ന, നമുക്ക് പുറത്തുള്ള ആൾക്കാർ പറയുന്ന, അതായത് ഞാൻ എന്ന ഇൻഡിവിജ്വലിന് പുറത്തുള്ള എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ പറയുന്ന ഒരു ഭാഷ കേട്ട് ഞാൻ പഠിച്ചു. അത് ഞാൻ ഇവിടെ ജനിച്ചതുകൊണ്ട് ഞാൻ മലയാളം സംസാരിക്കുന്നു. ഞാൻ മറ്റേതെങ്കിലും സ്ഥലത്താണ് ജനിച്ചിരുന്നെങ്കിൽ അവിടെയുള്ള ലാംഗ്വേജ് ഞാൻ പഠിക്കുന്നു. അതും എന്താണ്, ഒരു സോഷ്യൽ ഫാക്റ്റാണ്. പിന്നെന്താണ്, കസ്റ്റംസ്. എന്താണ്, നമ്മൾ ഫെസ്റ്റിവൽസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, നമ്മളെ ഫെസ്റ്റിവൽസ് നമുക്ക് വേണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്താണ്, നമ്മളൊരു റിലീജിയനിൽ പെട്ടതുകൊണ്ട് ആ റിലീജിയനിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫെസ്റ്റിവൽസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇതെല്ലാം എന്താണ്, സോഷ്യൽ ഫാക്ടിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ റിലീജിയസ് ബിലീഫ്സ്. പീപ്പിൾ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വ്രതമെടുക്കുക. വർഷിപ്പ് അക്കോർഡിംഗ് ടു സോഷ്യൽ നോംസ്. ആ ഒരു സൊസൈറ്റിയുള്ള സോഷ്യൽ നോംസ്, അവർ പറയുന്ന അൺറിട്ടൺ റൂൾസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഈവൻ ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ഫോളോ ദം, നമുക്ക് ചിലപ്പോൾ ഇത് പാലിക്കണം എന്നുണ്ടാവില്ല. പക്ഷേ നമ്മളത് ചെയ്തേ പറ്റൂ. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ചോയ്സ്. ബിക്കോസ് സോഷ്യൽ ഫാക്ട് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ദി ഇൻഡിവിജ്വൽ. ദിസ് എക്സ്റ്റേണൽ പ്രഷർ, ആ പുറത്ത് നിന്ന് നമുക്കുണ്ടാവുന്ന ഒരു പ്രഷർ, അതിനെയാണ് അത് സോഷ്യൽ ഫാക്ട്സ് ആക്കി മാറ്റുന്നത്. ആ പ്രഷറാണെന്ത്, ഈ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇത്ര എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ ഫാക്ട്സ് എന്താണെന്ന് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ എന്താണ് സോഷ്യൽ ഫാക്ടിൻ്റെ ഇമ്പോർട്ടൻസ്? ഡർക്കീം സെഡ് സോഷ്യോളജിസ്റ്റ് ഷുഡ് സ്റ്റഡി സോഷ്യൽ ഫാക്ട് ഒബ്ജക്റ്റീവ്ലി, അതായത് എന്താണ് സയൻറ്റിഫിക്കലി. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് സയൻറ്റിഫിക് മെത്തേഡ് അവിടെ വരും. നോട്ട് ബേസ്ഡ് ഓൺ പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനോ നമ്മുടെ സബ്ജക്റ്റീവ് വ്യൂസോ കൊണ്ടല്ല നമ്മൾ ഈ സോഷ്യൽ ഫാക്ട്സ് പഠിക്കാനുള്ളത്. പക്ഷേ എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഡേറ്റ, കണക്കുകൾ ഉപയോഗിച്ച് പഠിക്കണം. ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ജസ്റ്റ് ലൈക്ക് ഇൻ നാച്ചുറൽ സയൻസ്. എന്താണ് നമ്മൾ ഡേറ്റ ഉപയോഗിച്ചത് കണക്ക് തന്നെ ആണെന്നില്ല, ചിലപ്പോൾ എന്താണ് നമ്മൾ എഴുതുന്ന ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആയിരിക്കാം. പക്ഷേ എന്താണ് ആ ഡേറ്റ അവിടെ വേണം. നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. ലൈക്ക് ജസ്റ്റ് ആസ് നാച്ചുറൽ സയൻസ് നമ്മുടെ സബ്ജക്റ്റീവ് ആസ്പെക്റ്റ് അവിടെ വരാൻ പാടില്ല. അവിടെ എന്ത് വേണം? ഒബ്ജക്റ്റിവിറ്റി വേണം. ഓക്കെ, അപ്പം സോഷ്യൽ ഫാക്ട്സ് അവിടെ കഴിഞ്ഞു. അത് ഡോക്യുമെൻ്റ് ഒരു കോൺസെപ്റ്റ്. നൗ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ദർക്കൈം, ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലുള്ള ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജോലികൾ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് ഓരോ ആൾക്കാർക്ക് ഓരോ ജോലികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ? അപ്പം 1893 ഈ ഒരു എന്താണ് കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ വാട്ട് ഇസ് ഡിവിഷൻ ഓഫ് ലേബർ? ഇറ്റ് മീൻസ് ഹൗ ഡിഫറെൻറ്റ് ജോബ്സ് ഓർ ടാസ്ക് ആർ ഡിവൈഡഡ് ആൻഡ് അസൈൻഡ് ഇൻ സൊസൈറ്റി. അപ്പോൾ എന്താണ് ഓരോ ജോലികൾ അല്ലെങ്കിൽ ഓരോ ടാസ്ക്, അതായത് ഒരു ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യുന്ന ഒരു കാര്യമാണ് ടാസ്ക് എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, എങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ആ ജോലി നമ്മൾ ഇന്ന ജോലി ഇന്ന ആൾ ചെയ്യുക, ഇന്ന ജോലി ഇന്ന ആൾ ചെയ്യുക നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. ഹൂ ഡസ് വാട്ട്, എന്താണ് ആര് എന്ത് ചെയ്യുന്നു, ഹൗ ഓൾ വർക്ക് കോൺട്രിബ്യൂട്ട് ടു ദി ഫങ്ഷനിങ് ഓഫ് സൊസൈറ്റി, എങ്ങനെയെല്ലാം ഈ വർക്ക്സ് നമ്മുടെ സൊസൈറ്റിയുടെ ഫങ്ഷനിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഡോക്യുമെന്റ് സോ ദാറ്റ് എ സൊസൈറ്റി പ്രോഗ്രസ് ഇറ്റ് ബിക്കം മോർ കോംപ്ലക്സ്. അപ്പോൾ എന്താണ് സൊസൈറ്റി എന്താണ് പ്രോഗ്രസ് ചെയ്യുന്നതോടും എന്താണ് അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് സൊസൈറ്റി എന്ന് പറയുന്നത്. ആൻഡ് വർക്ക് ബിക്കം മോർ സ്പെഷ്യലൈസ്ഡ്. അങ്ങനെ സൊസൈറ്റി കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ വർക്ക് കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആകുമെന്ന് ഡോക്യുമെന്റ് പറയുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കേക്ക് ഫാക്ടറിയിൽ ജോലി ചെയ്യാണ്. അപ്പം ആ കേക്ക് ഫാക്ടറി എന്ത് ചെയ്തു? വളർന്ന് വലുതായി വലിയൊരു ബിസിനസ് ശൃംഖലയായി മാറിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ സ്പെഷ്യലൈസേഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. കാരണം ഇപ്പം എന്താണ് കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ക്രീം ഉണ്ടാക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം. കേക്കിൻ്റെ സ്പഞ്ച് ബേക്ക് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം. പിന്നെന്താണ് ആ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. അങ്ങനെ സ്പെഷ്യലൈസേഷൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്തത്. നേരത്തെ കേക്ക് ഫാക്ടറി തുടങ്ങിയപ്പോൾ ചിലപ്പോൾ 2 പേര് മാത്രമേ കാണുന്നുള്ളൂ, എല്ലാ കാര്യങ്ങളും അവർ ഒന്നിച്ച് ചെയ്യുന്നു, അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കേക്ക് ഫാക്ടറി വിജയിച്ച് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് വളർന്നു വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഓരോ ജോലിയും 2 പേര് വെച്ച് ചെയ്തു. അങ്ങനെ സ്പെഷ്യലൈസേഷൻ്റെ എണ്ണം കൂടുന്നു. അപ്പം സൊസൈറ്റി കോംപ്ലക്സ് ആവും തോറും സ്പെഷ്യലൈസേഷൻ കൂടുമെന്ന് പറയുന്നു. And work become more specialized. Very important. Okay. He identified 2 types of social solidarity. അപ്പോൾ എന്താണ് ഈ അതായത് സൊസൈറ്റിയിൽ 2 ടൈപ്പ് ഓഫ് സൊസൈറ്റീനെ, അതായത് 2 ടൈപ്പ് ഓഫ് സൊസൈറ്റീനെ ദാക്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ചേഞ്ച് ഓഫ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് സൊസൈറ്റി പറയുന്നത്. ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ ആണ് നമ്മൾ ഈ 2 ടൈപ്പ് ഓഫ് സൊസൈറ്റീനെ പറയുന്നത്. അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റി. നമുക്കുണ്ടാവുന്ന ഒരു നമ്മുടെ ഇടയിലുണ്ടാവുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സോളിഡാരിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവിഷൻ ഓഫ് ലേബർ റിലേറ്റ് ചെയ്ത് 2 ടൈപ്പ് ഓഫ് സോഷ്യൽ സോളിഡാരിറ്റി ഉള്ള സൊസൈറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റിയും രണ്ടാമത്തേന്ന് പറയുന്നത് ഓർഗാനിക് സോളിഡാരിറ്റിയുമാണ്. നമുക്ക് ആദ്യം എന്താണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി എന്ന് നോക്കാം. അപ്പോൾ ഈ മെക്കാനിക്കൽ സോളിഡാരിറ്റി നമ്മൾ എപ്പോഴും കാണുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള സ്മോൾ സൊസൈറ്റിയിലാണ്. അതായത് ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു വില്ലേജ് സൊസൈറ്റി നിങ്ങൾ മനസ്സിൽ ചിത്രീകരിക്കുക. അവിടെ ഒരു സ്മോൾ സൊസൈറ്റി ആയിരിക്കും. അവിടെ ട്രഡീഷണൽ വാല്യൂസും ബിലീഫ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ മെക്കാനിക്കൽ സോളിഡാരിറ്റി അല്ലെങ്കിൽ ട്രഡീഷണൽ സൊസൈറ്റിയിലെ പീപ്പിൾ സിമിലർ ആയിരിക്കും. അതായത് അവർ ചെയ്യുന്ന പ്രൊഫഷൻ സെയിം ആയിരിക്കും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ലാൻഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചിലപ്പോൾ കന്നുകാലികളെ മേച്ച് നടക്കുന്നവരായിരിക്കാം. അപ്പോൾ അവിടെ പ്രൊഫഷൻ സെയിം ആണ്, അവർ ചെയ്യുന്ന വർക്ക് സെയിം ആണ്. അതുപോലെ അവർക്ക് സെയിം വാല്യൂസ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. ഏകദേശം സെയിം റിലീജിയസ് ബിലീഫ്സും സെയിം ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിരിക്കും ഈ ട്രഡീഷണൽ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക. പിന്നെ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള കളക്റ്റീവ് കൺസേൺസ് ഉണ്ട്. കളക്റ്റീവ് കൺസേൺസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള മോറൽ ബിലീഫ്. അവിടെ ഒരു
അവബോധം, ഒരു മോറൽ അവബോധം എന്താണ് അവർക്ക് ഭയങ്കര, ഒരു മൊറാലിറ്റി എന്ന് പറയുന്ന കാര്യം എന്താണ് അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇൻഡിവിജ്വൽസിന് എന്തായിരിക്കും, ഇൻഡിപെൻഡൻസ് വളരെ കുറവായിരിക്കും. കാരണം ഒരു വില്ലേജ് ഏരിയ അല്ലെങ്കിൽ ട്രഡീഷണൽ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും അറിയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ട്രൈബൽ വില്ലേജ് എടുക്കുക. ആ ട്രൈബൽ വില്ലേജ് വെയർ എവരിവൺ ഇസ് എ farmer, follows the same customs and has similar beliefs. അപ്പോൾ എന്താണ് ആ ട്രൈബൽ വില്ലേജ് എല്ലാവരും ഫാമിംഗ് ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവർക്ക് സെയിം കസ്റ്റം എന്താണ് സിമിലർ ബിലീഫ്സ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റിയാണ്. രണ്ടാമത്തെ എന്താണ് ഓർഗാനിക് സോളിഡാരിറ്റി. എന്താണ് ഫൗണ്ട് ഇൻ മോഡേൺ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിലായിരിക്കും നമ്മൾ ഓർഗാനിക് സോളിഡാരിറ്റി കൂടുതലായി കാണുന്നത്. ഇവിടെ എന്താണ് പീപ്പിൾ ഭയങ്കര എന്താണ് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ലൈവ്ലിഹുഡ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ബിലീഫ്സ് വേറെ ആയിരിക്കാം. എന്താണ് ചിലപ്പോൾ എന്താണ് അവർക്ക് ഡിവേഴ്സ് റോൾസ് ആയിരിക്കും. എന്താണ് ഡോക്ടേഴ്സ് ഉണ്ടാവാം, ടീച്ചേഴ്സ് ഉണ്ടാവാം, എഞ്ചിനീയേഴ്സ് ഉണ്ടാവാം, മാനുവൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, കുറച്ച് ടെക്നിക്കൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ഡ്രൈവേഴ്സ് ഉണ്ടാവാം. അങ്ങനെ പല പല ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ എന്താണ് അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ, സിറ്റി ഏരിയാസിൽ കൂടുതൽ കാണപ്പെടുന്നത്. സൊസൈറ്റി എന്തായിരിക്കും, സൊസൈറ്റി ഡിപ്പെൻഡ് ഓൺ ഇന്റർഡിപ്പെൻഡൻസ് നോട്ട് സോളിഡാരിറ്റി. എന്താണ് ഇവിടെ യൂണിറ്റി വളരെ കുറവായിരിക്കും. എന്താണ് അവിടെ ഇന്റർഡിപ്പെൻഡൻസ് ആണ് ഉണ്ടാവുക. അതായത് അവർ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നുണ്ടാവില്ല, പക്ഷേ എന്ത് ചെയ്യുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. അതിനെയാണ് ഇന്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ വി റിലൈ ഓൺ ഈച്ച് അതർ ടു ഫങ്ഷൻ. എന്താണ് അവർ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എന്താണ് അവരെല്ലാവരും വേണം. കാരണം എന്ത് ചെയ്യണം, ഇപ്പോൾ ന്യൂസ് പേപ്പർ കൊണ്ടുവന്നാൽ മാത്രമേ ന്യൂസ് പേപ്പർ എന്താണ് വായിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് മുന്നേ, ന്യൂസ് പേപ്പർ കൊണ്ടുവരുന്നതിന് മുന്നേ എന്താണ് ന്യൂസ് പേപ്പർ അച്ചടിക്കാൻ വാർത്തകൾ വേണം. ആ വാർത്തകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടേഴ്സ് പോകണം, അതിനെ റിപ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വേണം. പക്ഷേ എന്താണ് ഇവർക്ക് എല്ലാവർക്കും പരസ്പരം അറിയുമോ, നമുക്ക് ന്യൂസ് പേപ്പർ കിട്ടുന്നു, നമുക്ക് ചിലപ്പോൾ നമ്മളെ പത്രം ഇടുന്ന ആൾ നമ്മൾ അറിയണമെന്നുണ്ടാവില്ല. ഈ പത്രം ഇടുന്ന ആൾക്ക് ഈ ന്യൂസ് പേപ്പർ എഡിറ്റ് ചെയ്യുന്ന ആൾ ആരാണെന്ന് അറിയണമെന്നുണ്ടാവില്ല. വി ഡോണ്ട് നോ ഈച്ച് അതർ, പക്ഷേ വി ആർ നോട്ട് യുണൈറ്റഡ് ബട്ട് റിലേ ഓൺ ഈച്ച് അതർ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. അതാണ് ഇവിടുത്തെ ഉള്ള വ്യത്യാസം. ഫോർ എക്സാമ്പിൾ ഇൻ എ സിറ്റി എ ടീച്ചർ ഡിപ്പെൻഡ്സ് ഓൺ എ ഡോക്ടർ. കാരണം എന്താണ് ടീച്ചറിന് ഒരു അസുഖം വന്നാൽ ഡെഫിനറ്റ്ലി എന്താണ് ഡോക്ടറിനെ പോയി കാണണം. ഡോക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ഈ ട്രാൻസ്പോർട്ട് വർക്കർ. എന്താണ് ഡോക്ടറിന് എന്താണ് ഒരു ട്രാൻസ്പോർട്ട് വർക്കറുമായിട്ട് ഡിപ്പെൻഡ് ആണ്. കാരണം അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ജോലിക്ക് വരണമെങ്കിൽ എന്താണ് വണ്ടി ഓടിക്കുന്ന ആളെ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് പല പല കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും എന്താണ് എക്സിസ്റ്റൻസും ഈ സിറ്റി എന്ന് പറയുന്ന ഓർഗാനിക് സോളിഡാരിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയും. ദേ റിലൈ ഓൺ ഈച്ച് അതർ എന്താണ്, പക്ഷേ ഒരു സോളിഡാരിറ്റി യൂണിറ്റി ഇല്ല, പക്ഷേ ദേ ആർ ഇന്റർഡിപ്പെൻഡൻറ്റ്. Durkheim believed a specialization in work creates a new form of unity not based on similarity but on mutual need. അപ്പം ഇവിടെ എന്താണ് യൂണിറ്റി ബേസ്ഡ് ചെയ്തിട്ടല്ല, എന്താണ് സിമിലാരിറ്റി ഉള്ളത്, നോട്ട് ബേസ്ഡ് ഓൺ സിമിലാരിറ്റി അല്ല. ഇവിടെ ഒരു പുതിയ ഫോം ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ സോളിഡാരിറ്റി ആണ് ഉള്ളത്. നമ്മൾ വില്ലേജ് സൊസൈറ്റി അല്ലെങ്കിൽ ട്രഡീഷണൽ സൊസൈറ്റിയിൽ പറഞ്ഞ സോളിഡാരിറ്റി അല്ല. അവിടെ യൂണിറ്റി ഉള്ളത് എന്തുകൊണ്ടാണ്, എല്ലാവരും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സിമിലർ ആയിട്ടുള്ള ജോലി ചെയ്യുന്നു, സിമിലർ ആയിട്ടുള്ള വിശ്വാസങ്ങൾ, അവർക്കെല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും അറിയാം. പക്ഷേ തിരിച്ച് നമ്മൾ ഓർഗാനിക് സോളിഡാരിറ്റിയിലോട്ട് വരുമ്പോൾ ഇവിടെ സിമിലാരിറ്റി ബേസ് ചെയ്തിട്ടല്ല എന്ത് ഈ പുതിയ ഫോം ഓഫ് യൂണിറ്റി ഉള്ളത്. അവിടെ നമ്മുടെ ആവശ്യകതകൾ അനുസരിച്ചിട്ടാണ്, മ്യൂച്വൽ നീഡ് അനുസരിച്ചിട്ടാണ് എന്ത് ഇവിടെ ഒരു സോളിഡാരിറ്റി രൂപം കൊണ്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാണ്, ഓർഗാനിക് സൊസൈറ്റിയും ഉണ്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ സൊസൈറ്റിയും ഉണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക് സോളിഡാരിറ്റി ഓർ മെക്കാനിക്കൽ സോളിഡാരിറ്റി. മെക്കാനിക്കൽ സോളിഡാരിറ്റി ഇസ് ട്രഡീഷണൽ സൊസൈറ്റി. അപ്പോൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വില്ലേജ് ഏരിയ മനസ്സിൽ കാണുക, അല്ലെങ്കിൽ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഒരു ട്രൈബൽ ഏരിയ കാണുക. ട്രൈബൽ ഏരിയയിൽ എല്ലാവരും ഒരേ ജോലി ചെയ്യുന്നു, എല്ലാവർക്കും ഒരേ വിശ്വാസങ്ങളായിരിക്കും, എല്ലാവർക്കും ഒരേ ചിന്തകളായിരിക്കാം, എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സോ അവിടെ ഒരു സിമിലാരിറ്റി, ഒരേപോലെയുള്ള ആൾക്കാർ എല്ലാം ഒരേപോലെ ചെയ്യുന്നു. ആ സിമിലാരിറ്റി കൊണ്ടിട്ടാണ് എന്താ അവിടെ ഒരു സോളിഡാരിറ്റി വർക്കൗട്ട് ആവുന്നത്. നേരെ മറിച്ച് നമ്മൾ ഓർഗാനിക് സോളിഡാരിറ്റിയിലോട്ട് വരുന്നു. അതൊരു സിറ്റി ഏരിയ ആണ്, ഒരു അർബൻ ഏരിയ ആണ്. ഡെഫിനറ്റ്ലി ഒരു സിറ്റി ഏരിയയിലുള്ള എല്ലാവരെയും നമുക്കറിയാമോ, നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരാളെ പോലും നമുക്കറിയില്ല. അപ്പോൾ അവിടെ സിമിലാരിറ്റി ബേസ്ഡ് ആയിട്ടല്ല എന്ത് സോളിഡാരിറ്റി ഉള്ളത്. അവിടെ എത്രമാത്രം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആവശ്യകതയുണ്ട്, മ്യൂച്വൽ നീഡ്, നമ്മൾ എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഡിപ്പെൻഡൻ്റ് ആണ് എന്ന കാര്യം കൊണ്ടാണ് അവിടെ സോളിഡാരിറ്റി ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങൾക്ക്
മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും ഏത് ടൈപ്പ് ഓഫ് സൊസൈറ്റി ആണെന്ന് മാറിപ്പോകരുത്. സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഗാനിക് അല്ലേ, അപ്പോൾ അത് നിങ്ങൾ ട്രഡീഷണൽ സൊസൈറ്റിയായിട്ട് അസോസിയേറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. ഓർഗാനിക് എന്ന് പറയുമ്പോൾ അർബനൈസ്ഡ് സിറ്റി ഏരിയയും മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രഡീഷണൽ സൊസൈറ്റി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോ ഉണ്ട്, മെക്കാനിക്കലും ഓർഗാനിക്കും. ഇതാണ് നമ്മുടെ 2 ടൈപ്പ് ഓഫ് സോളിഡാരിറ്റി നമ്മൾ പഠിച്ചത്. അത് ഓക്കെ ആണല്ലോ. അപ്പോൾ മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ റിപ്രസീവ് ലോ ആയിരിക്കും, REPRESSIB. ഓർഗാനിക് സോളിഡാരിറ്റിയിൽ റെസ്റ്റിറ്റ്യൂട്ടീവ് ലോ ആയിരിക്കും, റെസ്റ്റിറ്റ്യൂട്ടീവ്. ഓക്കെ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സൊസൈറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ കുറച്ച് റിപ്രസീവ് ആയിട്ടുള്ള ലോ ആയിരിക്കും. അതായത് നമ്മൾ പണ്ട് കാലത്ത് ഈ കാപ്പ് പഞ്ചായത്തൊക്കെ കേട്ടിട്ടില്ലേ, അതായത് ഈ വില്ലേജ് ഏരിയയിലൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ ട്രൈബൽ ഏരിയയിലൊക്കെ ഒരു തെറ്റ് ചെയ്താൽ മൂപ്പൻ വന്ന് ഒരു സഭയൊക്കെ കൂടിയായിരിക്കും അവർ ആ പണിഷ്മെൻറ്റ് നിശ്ചയിക്കുക. അപ്പോൾ ചിലപ്പോൾ അവർ ആളെ നാട് കടത്ത വരെ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ക്രൂരമായിട്ടുള്ള ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്സ് ആണ് തെറ്റ് ചെയ്തവർക്ക് ഈ മെക്കാനിക്കൽ സൊസൈറ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതിനെയാണ് റിപ്രസീവ് എന്ന് പറയുന്നത്. മറിച്ച് ഓർഗാനിക് സൊസൈറ്റി, അതായത് നമ്മുടെ മോഡേൺ സൊസൈറ്റി, നമ്മുടെ അർബൻ സൊസൈറ്റിയിലൊക്കെ കുറച്ചുകൂടി റെസ്റ്റിറ്റ്യൂട്ടീവ്. നമ്മളെന്താണ്, ഒരു തെറ്റ് ചെയ്ത ആളെ നമ്മൾ കുറച്ചുകൂടി മാറ്റാൻ നോക്കുന്നു, അയാളെ പുതിയൊരു മനുഷ്യനായിട്ട് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നു. നമ്മളിപ്പോൾ ജയിലിൽ അടച്ചാലും ജയിലിൽ അയാൾക്ക് അവിടെ ജോലി കൊടുക്കുന്നു, അയാൾക്ക് അതിന് ശമ്പളം കൊടുക്കുന്നു. പിന്നെ അവിടെ ഇപ്പോൾ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റീഹാബിലിറ്റേഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കി പുതിയൊരു മനുഷ്യനായിട്ട് കൊണ്ടുവരുന്നു. അതാണ് കുറച്ചുകൂടി റെസ്റ്റിറ്റ്യൂട്ടീവ്, കുറച്ചുകൂടി ലീനിയൻ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ആണ് നമ്മൾ ഓർഗാനിക് സൊസൈറ്റിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റിവെക്കുക. അപ്പോൾ ഏത് സൊസൈറ്റിയിലാണ് റിപ്രസീവ് ലോ എന്ന് ചോദിച്ചാൽ മെക്കാനിക്കൽ സൊസൈറ്റി, അതായത് ട്രഡീഷണൽ സൊസൈറ്റി. ഏത് സൊസൈറ്റിയിലാണ് കുറച്ചുകൂടി റെസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ലോ, നമ്മളൊരു പുതിയ ആളായിട്ട് അയാളെ കൊണ്ടുവരാൻ നോക്കുകയാണെന്ന് ചോദിച്ചാൽ ഓർഗാനിക് സോളിഡാരിറ്റി, അതായത് അർബൻ അല്ലെങ്കിൽ സിറ്റി എന്ന് പറയുന്ന സൊസൈറ്റി, മോഡേൺ സൊസൈറ്റി. ഓക്കെ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.